ബിഗ് ബോസ് മലയാളം സീസൺ 6 തുടങ്ങിയിട്ട് 40 ദിവസങ്ങളോട് അടുക്കാൻ പോകുന്ന സാഹചര്യത്തിൽ ഇതുവരെ ഏറ്റവും കൂടുതൽ ഏറ്റുമുട്ടിയിട്ടുള്ളത് ജിൻഡോയും ജാസ്മിൻ ജാഫറും തമ്മിലാണ്. പുതിയ വൈൽഡ് കാർഡുകൾ വരികയും പുറത്തെ കാര്യങ്ങളെക്കുറിച്ച് ഏകദേശ ധാരണ കിട്ടുകയും ചെയ്തതോടെ ജിൻഡോ ജാസ്മിനെതിരായ ഗെയിം കുറച്ചുകൂടി കടുപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ എപ്പിസോഡുകളിൽ ഗബ്രിയുമായുള്ള ജാസ്മിൻ്റെ ബന്ധത്തെക്കുറിച്ച് ചർച്ച നടന്ന ശേഷം വീട്ടുകാരെല്ലാം ഗബ്രിക്കും ജാസ്മിനും എതിരാണ്. ഹൗസിൽ കയറിയ ശേഷം ഏറ്റവും കൂടുതൽ വീട്ടുകാരും പ്രേക്ഷകരും ചർച്ച ചെയ്തിട്ടുള്ള ഒന്നാണ് ജാസ്മിൻ ജാഫറിൻ്റെ വ്യക്തി ശുചിത്വമില്ലായ്മ. 2 ദിവസം കൂടുമ്പോൾ മാത്രമേ കുളിക്കാറുള്ളൂവെന്നും ചായ തയ്യാറാക്കുന്നതിനിടെ ചായയിലേക്ക് തുമ്മിയതുമെല്ലാം വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. വ്യക്തി ശുചിത്വം പാലിക്കാതെ ജാസ്മിൻ ചെയ്യുന്ന പ്രവൃത്തികളുടെ വീഡിയോ ലാലേട്ടനും പ്രദർശിപ്പിച്ച ശേഷം ജാസ്മിനെതിരെ ഹൗസ്മേറ്റ്സ് ഏറ്റവും കൂടുതൽ കളിക്കുന്നതും ഇത് വച്ച് തന്നെയാണല്ലേ. ഇപ്പോഴത്തെ രാവിലെ ജാസ്മിനും ജിൻഡയും തമ്മിൽ വ്യക്തി ശുചിത്വമില്ലായ്മയുമായി ബന്ധപ്പെട്ട് നടന്നൊരു വഴക്കാണ് വൈറലാകുന്നത്. ശ്രീധുവാണ് ഇന്ന് ജാസ്മിൻ ഉപയോഗിച്ച് ഉപേക്ഷിച്ച ടിഷ്യൂ പേപ്പർ റൂമിൽ വിതറിക്കിടക്കുന്നത് ജിൻഡോയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഇതേക്കുറിച്ച് ജിൻഡോ ജാസ്മിനോട് ചോദിച്ചപ്പോൾ തൻ്റെ ടിഷ്യൂ പേപ്പറുകളല്ല എന്ന് ജാസ്മിൻ പറഞ്ഞു. ഇതോടെ ദേഷ്യമെന്ന് ജിൻഡോ ജാസ്മിനെ ട്രിഗർ ചെയ്യാൻ തുടങ്ങി. ജാസ്മിൻ ബാത്റൂമിൽ ചെരുപ്പിടാതെ പോകുന്ന വിഷയമാണ് ജിൻഡോ ആദ്യം എടുത്തിട്ടത്. പൊതുവെ ഹൗസിലും ബാത്റൂമിലും ജാസ്മിൻ ചെരുപ്പ് ഉപയോഗിക്കാറില്ല. മാത്രമല്ല അതേ കാലുകൾ ഹാളിലെ കൗച്ചിലും ബെഡിലും എല്ലാം കയറ്റിവെച്ച് ജാസ്മിൻ ഇരിക്കാറുമുണ്ട്. ബാത്റൂമിൽ ചെരുപ്പിടാതെ കയറി തിരികെ വന്ന് സോഫയിൽ കാലുമടക്കി വെച്ചിരിക്കുന്ന ജാസ്മിനെ കണ്ടതോടെ ജിൻഡോയ്ക്ക് ദേഷ്യം കൂടി. കാൽ താഴ്ത്തി വയ്ക്കാൻ ജിൻഡോ പല ആവർത്തി ആവശ്യപ്പെട്ടെങ്കിലും ജാസ്മിൻ അനുസരിച്ചില്ല. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും സീസൺ 6ലെ നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥിയും ആരാണെന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ലൈക്ക്, ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്.